പിന്നാടി നില്ല. ഞാൻ ഇത്ര നേരം ക്യൂവിൽ നിന്ന് ഇനി വയ്യിൽ നിക്കാം. നിങ്ങൾ എവിടേക്കാ പോണേ? അയ്യോ, ഞാൻ ഡോക്ടറെ കാണാൻ പോണതല്ലെന്ന്. പിന്നെ നിങ്ങൾ എങ്ങനെ പോണേ? നിന്റെ കുഞ്ഞാനറ വീട്ടിലേക്ക്. എന്നാ ഞാൻ പോയിട്ട് അടുത്ത ആഴ്ച വരാം. ആരാ? എന്നെ മനസ്സിലായില്ല? ഇല്ല, തീരെ മനസ്സിലായില്ല. ഒട്ടും മനസ്സിലായില്ല. സാറിന്റെ ചിന്തക്കൊന്ന് ചിന്തരുത്. നമ്മൾ എവിടെയോ കണ്ടിട്ടുണ്ട്. ചേട്ടൻ ആരാണെന്ന് പറ. സാറിന് ഒരു പരീക്ഷക്ക് പാസ്സാക്കിയതാരാ? ഞാനാ. ഇപ്പൊ മനസ്സിലായില്ലേ? ഞാനില്ലായിരുന്നു സാറിന്റെ കേസ്. Are you ready? യെസ് സർ. ഇയാൾക്ക് ഇതെന്ത് പ്രശ്നമാണെന്നൊരു പിടിയും കിട്ടുന്നില്ലല്ലോ. സിറോസിസ് ലിവർ വിത്ത് പോർട്ടൽ ഹൈപ്പർടെൻഷൻ, യൂസേജ് ഓഫ് ലിക്കർ, ഒരു ഇൻഗ്വിനൽ ഹെർണിയുണ്ട് റൈറ്റ് സൈഡിൽ. ഹെർണിയെ പറ്റി പറഞ്ഞില്ലെങ്കിൽ തോപ്പിക്കും. എന്ത് ഹെർണിയ? ഇൻഗ്വിനൽ സ്പെല്ലിംഗ് ആണോ? വേണ്ട. ഡയഗ്നോസിസ് കിട്ടിയോ? യെസ് സർ. അയ്യോ, ഇത് പോരട്ടെ. തോമാച്ചൻ. ശരി, ഇപ്പൊ എന്താ പരിപാടി? പഴയ പരിപാടി തന്നെ. ഒരു സിറ്റിങ്ങിന് 2500 രൂപയാണ് എന്റെ ഫീസ്. എനിക്കിപ്പോ ധാരാളം സ്റ്റുഡൻസ് ഉണ്ട്, ഡോക്ടർമാരെ. എത്ര പേരെയാണ് ഞാൻ ഡോക്ടർമാരാക്കിയത്. എന്തിന് സാറ് വരെ പാസ്സായില്ലേ? ഇപ്പൊ എന്താ ഇവിടെ? ഞാൻ ഇവിടെയല്ലേ ഫ്രീ ടൈമിൽ താമസം. ഇവിടെയോ? ആ, ഒരു 6 മാസം മുമ്പ് മഞ്ഞപ്പിത്തോയിട്ട് മംഗലാപുരത്തൊരു ഹോസ്പിറ്റലിൽ അഡ്മിറ്റായി. അവിടുത്തെ എല്ലാ ഡോക്ടർമാരും എന്നെ ചികിത്സിച്ച്. ഭാഗ്യത്തിന് ആണായതിന്റെ പേരിൽ ഗൈനോക്കോളജിസ്റ്റ് എന്നെ പരിശോധിച്ചില്ല. അവസാനം ഇവിടെ വന്ന് സാമുൽ സാറിനെ കണ്ടപ്പോ കുടി നിർത്താൻ പറഞ്ഞു. കുടി നിർത്തിയതോടെ എന്റെ അസുഖം മാറി. പക്ഷേ കുറച്ചു മെന്റലായോ എന്ന് നാട്ടുകാർക്കൊരു സംശയമുണ്ട്. ഞാൻ വിശ്വസിച്ചിട്ടില്ല. ഇപ്പൊ സാമുൽ സാറും ഞാനും സിക്ക് ഫ്രണ്ട്സാ. എനിക്ക് ഇവിടെ സ്ഥിരം റൂമുണ്ട്. റൂം നമ്പർ 10. എന്താ തോമച്ച കണ്ടു പഴയ ചങ്ങാതിയെ? ഭയങ്കര ഓർമ്മശക്തിയാ. എന്നെ കണ്ടിട്ട് മനസ്സിലായില്ല. സാറിന് പറ്റിയ ആളാ. തോമച്ചൻ റൂമിലേക്ക് ചെല്ല്. ഓ, എത്ര ബീഡിയാ ഒരു ദിവസം? 2 ബീഡി. ഇനി തൊട്ടുപോകരുത്. ഇനി അഥവാ ബീഡി വലിക്കണം തോന്നുമ്പോ ആ സമയത്ത് 3-4 കുരുമുളക് എടുത്ത് വായിലിട്ട് ചവച്ചാ മതി. ഇങ്ങനെ 10-15 ദിവസം ചെയ്യുമ്പോ ബീഡി വലിട്ടും നിൽക്കേയില്ല. അൾസർ ആണെങ്കിൽ വരെയും ചെയ്യും. സാറിന് 2 രോഗത്തിന് ചികിത്സിക്കല്ല. ATT തുടങ്ങാം. ഓക്കെ സർ. 6 മാസം ഗുളിക കഴിക്കണം, അസുഖം മാറിക്കോളൂ. എന്താണ് പ്രൊഫസർമാർ രണ്ടുപേരും ഭയങ്കര സീരിയസ്? ഒന്നുമില്ല സർ. പോവാം, 10 മണിക്കാ. ഇന്ന് കുറച്ചു നേരം ഹോസ്പിറ്റലിന്റെ ഫുൾ ചാർജ് നിങ്ങൾക്ക് രണ്ടുപേർക്കും ആയിരിക്കും. എനിക്ക് ഒരിടം വരെ പോകാനുണ്ട്. ഓക്കെ സർ. എന്താ തരകൻ? ഇറ്റ്സ് ഓക്കെ ഫോർ യു? ഓക്കെ സർ. 1 ലക്ഷം രൂപയുടെ ജാമ്യത്തിൽ വിടാനാ സാധ്യത. സാറിന് പൈസ റേസ് ചെയ്യാൻ ബുദ്ധിമുട്ടി പറഞ്ഞാൽ മതി, നമുക്ക് ആളുണ്ട്. യു ക്യാരി ഓൺ സർ. ആ ചെക്കന്റെ കാര്യത്തിനാണ്. ഡോക്ടർ സാമുൽ. സാമുൽ സർ ഒരു സ്ഥലം വരെ പോയിരിക്കാം. എന്താ? പ്ലീസ് കം, പ്ലീസ്. എന്താ? എന്തു പറ്റി? ഞാൻ എന്താണ് ഡോക്ടർ പറഞ്ഞത്? 2 ദിവസം. 2 ദിവസത്തിനുള്ളിൽ ജോജോ സംസാരിക്കുന്നില്ലേ? എന്നാലിതാ അവൻ 1 ദിവസത്തിനുള്ളിൽ തന്നെ ഇംപ്രൂവ് ചെയ്തിരിക്കുന്നു, വിത്തൗട്ട് എനി ട്രീറ്റ്മെന്റ്. സാമുൽ സർ ഇവിടെ ഇല്ല. ഇപ്പൊ എങ്ങനെയുണ്ട് ജോജോ? ചെറിയൊരു തലവേദന, അത്രേ ഉള്ളൂ. ഞാൻ പറഞ്ഞില്ലേ, മെഡിക്കൽ സയൻസിന് ഒരു പരിധിയുണ്ട്. ഹി ഡസന്റ്. പ്രൈസ് ദി ലോർഡ്. സാറിത് നോക്കുന്നേ, കാഞ്ചീപുരം പ്രിന്റഡ് സിൽക്ക് പോച്ചമ്പള്ളി. പോച്ചമ്പള്ളിയോ? അങ്ങനെ ഒരു സാരി ഉണ്ട്. പ്രിന്റഡ് സിൽക്ക് എടുത്താൽ മതി. സുപ്രിയ തന്നെ സെലക്ട് ചെയ്യും.
എനിക്ക് ഈ പരിപാടി അത്രയ്ക്ക് വശമില്ല. ഞാൻ തന്നെ സെലക്ട് ചെയ്തോളാം. എന്തായാലും എന്റെ ഗിഫ്റ്റ് ആണല്ലോ. രവി, ഡോക്ടർ സാമുവലിനോട് പറഞ്ഞോ രജിസ്റ്റർ മാരേജിന്റെ കാര്യം? ഓ ഇല്ല, സത്യം പറഞ്ഞ പേടിയാ. അയാളോട് പറഞ്ഞ അപ്പൊ തന്നെ അങ്ങേരത് സൈനുവിന്റെ പേരൻസിനെ വിളിച്ച് പറയും. അതോടുകൂടി മുഴുവൻ പ്ലാനും കുളമാവും. രവിക്ക് തോന്നുന്നുണ്ടോ സാമുവൽ സാർ അങ്ങനെ ചെയ്യുന്ന? എന്താ സംശയം? ആ റെഡ് ഒന്ന് എടുക്കോ? പൈൻ്റല്ല, ഫുൾ എടുക്ക്, ഫുള്ള്. ബാബുജി, സുപ്രിയ ഒരു മിനിറ്റ്. ബാബുജി, ബാബുജി എന്താ ഇവിടെ? ഞാൻ അനസ്തേഷ്യക്ക് സേലത്ത് ജോയിൻ ചെയ്തില്ലേ, വെക്കേഷൻ കഴിഞ്ഞ് തിരിച്ചു പോകുന്ന വഴിയാ. ഓ ചെത്താണല്ലോ. അപ്പൊ അടുത്ത മാസം ഞാൻ വരും, നമുക്ക് വിശദമായിട്ടൊന്ന് കൂടാം. ഓക്കെ കേട്ടാ. കൂടെ ആളുണ്ട്. ഓക്കെ രവി, ഞാൻ പറഞ്ഞില്ലേ അന്ന് ജോജു അഡ്മിറ്റ് ആയ ദിവസം ഒരാൾ നമ്മുടെ ഹോസ്പിറ്റലിൽ വന്നു. ഒരു സ്ട്രേഞ്ചർ. അതെ, അന്ന് രാത്രി ആ കാറാ ഞാൻ കണ്ടത്. സുപ്രിയ, ഇതുപോലെ 1000 കാറുകൾ ഉണ്ടാവില്ലേ? ബാബുജിക്ക് എന്താ നമ്മുടെ ഹോസ്പിറ്റലിലെ കാര്യം? നോ രവി, ഐ എം ഷുവർ ഈ കാർ തന്നെയാ കണ്ടത്. എന്നാ പിന്നെ സംശയം തീർത്ത് കളയാം. ബാബുജി, ഒരു മിനിറ്റ്. എന്താടാ? ബാബുജി അടുത്തെങ്ങാനും ഇവിടെ അടുത്ത് റിഡംഷൻ ഹോസ്പിറ്റലിൽ വന്നിരുന്നു? സംഗതി സീക്രട്ടാ. അവിടെ ഒരു മെഡിക്കൽ റെപ്പിനെ അഡ്മിറ്റ് ചെയ്തിരുന്നു. ഒരു ഹെഡ് ഇഞ്ചുറി. അയാളുടെ അമ്മ ഒരു പ്രാർത്ഥന ലൈനാ, ട്രീറ്റ്മെന്റും സർജറി ഒന്നും വേണ്ടാന്ന്. സർജറി അല്ലാതെ അയാളെ രക്ഷിക്കാൻ വേറെ ഒരു മാർഗവും ഇല്ലായിരുന്നു. ആരും അറിയാതെ സർജറി ചെയ്യാൻ സാമുൽ സാർ തീരുമാനിച്ചു. അന്ന് രാത്രി തന്നെ OT കൊണ്ടുപോയി നല്ല ഒന്നാന്തര ഓപ്പറേഷൻ ചെയ്തു. ബർ ഹോൾ ആസ്പിറേഷൻ. അതിന് ബാബുജി എന്തിനാ അവിടെ വന്നത്? ഞാൻ എന്റെ പ്രൊഫസറെ കൊണ്ട് വന്ന അനസ്തേഷ്യ കൊടുക്കാൻ. എന്റെ പ്രൊഫസറും സാമുൽ സാറും ക്ലോസ് ഫ്രണ്ട്സാണ്. ഞാനൊരു സഹായത്തിന് കൂടെ വന്നേ ഉള്ളൂ. ഈ സാമുൽ സാറുണ്ടല്ലോ, ആളൊരു വേന്ദ്രൻ തന്നെയാ. ഇയാള് ഈ പേഷ്യന്റിന് പകരം അയാളുടെ ഒരു സിൽബന്തി ഉണ്ടല്ലോ, തോമാച്ചനോ വർക്കിച്ചനോ, അയാളെ തല മുഴുവൻ ഡ്രസ് ചെയ്ത് ഐസി കൊണ്ട് കിടത്തി അമ്മയുടെ കണ്ണി പൊടിയിടാനായിട്ട്. അയ്യോ അളിയാ, ഞാൻ വിടുക. ഇന്ന് രാത്രി തന്നെ സേലത്ത് എത്തണം, വെക്കേഷൻ തീരാറായി. ഓക്കെ ശരി. ഡോക്ടർ സാമുവൽ, ഹീസ് എ റാസ്കൽ. ഞാനേ ആദ്യം തന്നെ അവരോട് പറഞ്ഞാണ് നിങ്ങൾ വിവരമൊന്നും അറിയിക്കേണ്ട, അതുകൊണ്ട് ഒരു കാര്യമില്ലാന്ന്. ഇതൊരുമാതിരി മറ്റേടത്ത പുറത്താരെങ്കിലും പറഞ്ഞാൽ എന്ത് വിചാരിക്കും? ഡോക്ടർ TJ സാമുവൽ 25 കൊല്ലത്തെ ഡോക്ടർ പണി കൊണ്ട് 1 ലക്ഷം രൂപ പോലും സേവിങ്സ് ഉണ്ടാക്കാൻ പറ്റിയിട്ടില്ല. വെറുതെ മനുഷ്യരെ മെനക്കെടുത്താനായിട്ട്. നിങ്ങൾ വരരുതായിരുന്നു, നിങ്ങൾ ഒന്നും ചെയ്യരുതായിരുന്നു. നിങ്ങൾ എന്തിനാണ് ഇൻസൾട്ട് ചെയ്യണത്? ആർക്ക് വേണ്ടി ഹോസ്പിറ്റൽ ഉണ്ടാക്കി വെച്ചേക്കണ? വിറ്റു കളക്കാൻ പാടില്ലേ? Don't. He's my son. നല്ല വരുമാനമുള്ള ഒരു സീനിയർ ഡോക്ടർ ജോലി ചെയ്തിരുന്ന ആശുപത്രി വെറും ഒരു മണി മേക്കിംഗ് സെന്ററായി താഴ്ന്നപ്പോൾ അദ്ദേഹം അവിടുന്ന് മാറി പൂട്ടിക്കിടന്ന ഈ ഹോസ്പിറ്റൽ ഏറ്റെടുത്ത് നടത്താൻ തുടങ്ങി. അദ്ദേഹത്തിന്റെ ഭാര്യ നഗരജീവിതവും അവിടുത്തെ സമ്പന്നതയും വിട്ട് ഇങ്ങോട്ട് വരാൻ തയ്യാറായില്ല. അവര് മകനുമായി അവിടെ തന്നെ താമസിച്ചു. ഇവനെന്താ ഇങ്ങനെ? അച്ഛനെ പറ്റി നല്ല കാര്യങ്ങളൊന്നും അമ്മ അവനോട് പറഞ്ഞിട്ടില്ല. നിയന്ത്രിക്കാൻ ആളില്ലാത്ത നഗരജീവിതവും ചീത്ത കൂട്ടുകെട്ടും അവനെ വഷളാക്കി. ഡ്രഗ്സുമായി ബന്ധപ്പെട്ട ഒരു കേസിൽ അറസ്റ്റിലായ അവനെ ജാമ്യത്തിൽ ഇറക്കാൻ സാമുവൽ സാർ പോയിരുന്നു. പക്ഷേ പണം ശരിയായില്ല. 14 ദിവസം റിമാൻഡിലായിരുന്ന എൻ്റെ ദേഷ്യം അതാണ് അവിടെ കണ്ടത്. സാമുവൽ സാറിൻ്റെ ഏറ്റവും വലിയ ദുഃഖമാണ് ഈ മകൻ.
രാഹുൽ. രാഹുൽ, ഐ ഹേറ്റ് ടു സേ ദിസ്. സർ, തരകൻ. ആ, തരകൻ. ഹലോ, മണവാളം പുറപ്പെട്ടില്ലേ? ഇനി ലേറ്റ് ആക്കണ്ട രവി, യു ലീവ്. ആ, ഒരു 4 മണിക്കൂർ ഡ്രൈവല്ലേ ഉള്ളൂ. വെറുതെ നേരത്തെ ചെന്ന് സൈനുവിന്റെ വാപ്പയുടെയോ ബ്രദേഴ്സിന്റെയോ മുന്നിൽ പോയി പെടണ്ടെന്ന് വിചാരിച്ചിട്ടാ. ഇപ്പോഴത്തെ അവസ്ഥയിൽ എന്നെ ഇവിടെ കണ്ടാലേ അവർക്ക് സംശയം തോന്നും. ഓക്കെ, ഓൾ ദി ബെസ്റ്റ് രവി. താങ്ക്സ്. ഐ റിയലി വിഷ് യു വർ ദേർ. ഐ ആം ദേർ. ഏതൊരു കേസ് വന്നിട്ട് ഞാൻ ചെല്ലട്ടെ. ആ, കഴിച്ച സാധനത്തിന്റെ കുപ്പിയോ കണ്ടെയ്നർ എന്തെങ്കിലും കൊണ്ടുവന്നിട്ടുണ്ടോ? ഇല്ല ഡോക്ടറെ, പക്ഷെ കീടനാശിനിയാ, ഉറപ്പാ. സ്റ്റാർട്ട് IV ലൈൻ ആൻഡ് സ്റ്റൊമക്ക് വാഷ്. ഓക്കെ? യെസ് ഡോക്ടർ. സിസ്റ്റർ, എല്ലാരും ഒന്ന് പുറത്തേക്ക് ഇറങ്ങണം. സുപ്രിയ, എന്താ? പോയ്സണിങ്, ഓപ്പിയാണെന്ന് തോന്നുന്നു. സിസ്റ്റർ, സ്റ്റാർട്ട് സ്റ്റൊമക്ക് വാഷ്. ഡോക്ടർ രവി, യു ക്യാരി ഓൺ, ഐ വിൽ മാനേജ്. സാമുൽ സാർ ഇപ്പൊ തന്നെ വരും. രവിനെ കണ്ട ആവശ്യമില്ല. വേറെ എവിടേക്കെങ്കിലും കൊണ്ടുപോകണോ? അത്യാവശ്യം വേണ്ട ട്രീറ്റ്മെന്റ് ഇപ്പൊ കൊടുക്കണം. മെഡിക്കൽ കോളേജിലെത്താൻ സമയം എടുക്കും. സിസ്റ്റർ, give 2 ampule atropine IV. Yes, doctor. സുപ്രിയ, ഷീസ് ഡീസാച്ചുറേറ്റിംഗ്. ഇൻറ്റ്യൂബേറ്റ് ചെയ്യുന്നതാണ് നല്ലത്. ഇൻറ്റ്യൂബേറ്റ് ചെയ്യണം. അതിനുള്ള കാര്യങ്ങൾ റെഡിയാക്കോ, ഫാസ്റ്റ്. ഓക്കെ ഡോക്ടർ. വായിലൂടെ ഒരു ട്യൂബ് ഇടണം, ശ്വാസം കൊടുക്കാൻ. എന്ത് വേണമെങ്കിലും ചെയ്യാം സാറേ. ഞങ്ങളുടെ മോളെ തിരിച്ചു കിട്ടിയാൽ മതി.